ട്രെയിനിങ് ഒക്കെ കൊടുത്ത ജീവനക്കാരൻ സ്ഥാപനം വിട്ടുപോയാൽ എന്ത് ചെയ്യും? ഇത് പല ബിസിനസ് ഓണേഴ്സും ചോദിക്കുന്ന കാര്യം. അതുകൊണ്ട് ട്രെയിനിങ് കൊടുക്കാത്ത ആൾക്കാരും ഉണ്ട്. എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ട്രെയിനിങ് നൽകാത്ത ജീവനക്കാരൻ സ്ഥാപനത്തിൽ തന്നെ തുടർന്നാൽ എന്ത് ചെയ്യും? അതായത് പ്രൊഡക്ടിവിറ്റി ഇല്ല, പേരിന് ഇങ്ങനെ നിന്നു പോകുന്ന ആൾക്കാർ കൂടെ നിന്നാൽ നമ്മുടെ സ്ഥാപനം വളരുമോ? അതുകൊണ്ട് ട്രെയിനിങ് ഒരു ചെലവല്ല. പ്രൊഡക്ടിവിറ്റി, സെയിൽസ്, ക്വാളിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി റീടെൻഷൻ, ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ട്രെയിനിങ് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. പക്ഷെ ട്രെയിനിങ് നടത്തിയാൽ മാത്രം പോരാ, ശരിയായ നീഡ് കണ്ടെത്തി ശരിയായ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം. അത് വർക്ക് പ്ലേസിൽ പ്രയോഗിപ്പിക്കണം, റിസൾട്ട് അളക്കണം. അങ്ങനെ വരുമ്പോൾ ട്രെയിനിങ് ജസ്റ്റ് ഒരു പരിപാടിയല്ല. പലയിടത്തും ട്രെയിനിങ് പരിപാടി എന്നാണ് പറഞ്ഞത്. ട്രെയിനിങ് ഒരു പരിപാടിയല്ല, അതൊരു പ്രൊഡക്ടിവിറ്റി സ്ട്രാറ്റജിയാണ്. ട്രെയിനിങ് ഒരു എംപ്ലോയി ബെനിഫിറ്റ് മാത്രമല്ല നൽകണത്, അതൊരു ബിസിനസ് ഗ്രോത്ത് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിനൊരു കോസ്റ്റായിട്ട് മാത്രം കാണാതെ ശരിയായിട്ട് ആസൂത്രണം ചെയ്യുകയും പ്രായോഗികമാക്കുകയും അതിനെ അളക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി അങ്ങനെയായിരിക്കണം ട്രെയിനിങ്ങിനെ നമ്മൾ നോക്കി കാണേണ്ടത്. താങ്ക്